ശ്രീ പി ഉബൈദുള്ള, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, നമ്മുടെ ഈ ബജറ്റിൽ ഫണ്ട് നീക്കി വെക്കുമ്പോൾ ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത് ആരോഗ്യ വകുപ്പിനാണ് എന്നാണ് സർ എൻ്റെ അഭിപ്രായം. നമ്മൾ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ജനതയായിരിക്കണം. അതുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. ആ ഒരു പരിഗണന ഇവിടെ ഒരിക്കലും കാണുന്നില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച കോങ്ങാട് അംഗം എവിടേക്കോ കുറേ PSCയുടെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളൊന്നും പോയ PSCയിൽ ആവശ്യമായിട്ട് ഡോക്ടർമാരില്ല, മരുന്നില്ല. ഇതാണ് ഞങ്ങൾ കാണുന്ന PSCകളിലെ സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് മറ്റു വകുപ്പുകളിലേക്കാളേറെ പരിഗണന നമ്മളെ ആരോഗ്യ വകുപ്പിന് കൊടുക്കണം എന്നാണ് സർ. ജനസംഖ്യാനുപാതികമായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അതുപോലെ ഓരോ പ്രദേശത്തിനും ഓരോ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഡോക്ടർമാരും മറ്റു സ്റ്റാഫും എല്ലാ ആശുപത്രികളും ഉണ്ടാവണം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് സർ ഞാൻ വരുന്ന മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രി ഇല്ല. 4 ജനറൽ ആശുപത്രികളുള്ള ജില്ല ഈ സംസ്ഥാനത്തുണ്ട്. 2 ജനാശുപത്രികളുടെ ജില്ലകളുണ്ട്. അത് എവിടേക്കാണ് മന്ത്രിക്കറിയാം. എൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്, ഞാൻ വായിക്കില്ല. അത് പറഞ്ഞാൽ പ്രാദേശികവാദമായി പോകും. പക്ഷേ മലപ്പുറത്ത് ഒരു ജനറൽ ആശുപത്രി അനുവദിക്കണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് കണ്ടതാണ് മലപ്പുറത്തെ താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രി വികസിപ്പിക്കണം എന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യമാണ്. താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള DD ഓഫീസിൻ്റെ സ്ഥലം അതിനായി വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് അവിടെ സർവകക്ഷി യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി 1-2 തവണ മലപ്പുറത്ത് വന്നപ്പോൾ അവരെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയൊക്കെ. പക്ഷേ അതിനിപ്പോഴും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള DD ഓഫീസിൻ്റെ സ്ഥലത്ത് പുതിയ കെട്ടിടത്ത് തറക്കല്ലിലാണ്. അപ്പോൾ ആശുപത്രി വികസനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മന്ത്രിയുടെ ഇടപെടൽ ഇനിയും ആവശ്യമാണ്. ആ മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലം വിട്ടു നൽകി അവിടെ ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ജില്ലാ ആസ്ഥാനത്തെ മലപ്പുറം താലൂക്ക് ആശുപത്രി മാറ്റണം എന്നാണ് സർ മന്ത്രിയുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുള്ളത്. പിന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിൽ സമയക്കുറവ് കാരണം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു കാര്യം, നമ്മളെ വൈദ്യുതി വകുപ്പ് മന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല ഒരു കർഷകനാണ്. സാധാരണക്കാരൻ്റെയും കർഷകൻ്റെയൊക്കെ വികാരം ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷേ കർഷകരും സാധാരണക്കാരും നിങ്ങൾ ഇടയ്ക്കിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് വലിയ പ്രയാസം അനുഭവിക്കുക സർ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഈ വൈദ്യുതി ചാർജ് വർധനവ് ഒന്ന് നിങ്ങൾ ഇടപെട്ട് അവസാനിപ്പിക്കണം എന്നാണ് അങ്ങയോട് എനിക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലയിലെ വൈദ്യുത വിതരണ മേഖലയിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് മലപ്പുറം പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സർക്കാർ പ്രഖ്യാപിച്ച പല പാക്കേജും പോലെ ഈ പാക്കേജ് വെളിച്ചം കാണാതെ പോകരുത്. അങ്ങയുടെ ഒരു സജീവമായ ശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് സർ എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പിന്നെ ഇവിടെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ RC ലൈസൻസ് കുറേ കാലമായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നില്ല. ലൈസൻസ് കിട്ടാതെ ആളുകൾ പ്രയാസം അനുഭവിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാവണം. KSRTCയെ കുറിച്ച് അവിടെ പറയേണ്ട കാര്യമില്ല, അതിനിപ്പോൾ എല്ലാവരും പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ പലരും സംസാരിച്ചപ്പോൾ കാര്യമായിട്ട് പറയുന്നത് സർ, CPM സമ്മേളനം എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നതാണ്. ആരൊക്കെയാണ് CPM സമ്മേളനം അസ്വസ്ഥരാക്കുന്നത് എന്നിപ്പോൾ ദിവസേന എന്നോണം നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാർ കൊല്ലം സമ്മേളനത്തിൽ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് എന്ന് നമ്മളൊക്കെ കണ്ടതാ സർ. ഇവിടെ സഖാവ് ബാലഗോപാലൻ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നെൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖാവ് VS പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കെ ബാലഗോപാലൻ. ആ പതാകയിലെ അരിവാളും ചുറ്റികയും എന്താണ് സർ പ്രതിഫലിപ്പിക്കുന്നത്? പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, ആ തൊഴിലാളി വർഗത്തിൻ്റെ ചിഹ്നമാണ് അരിവാൾ ചുറ്റിക. ആ അരിവാൾ ചുറ്റിക ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ഇന്ന് പാർട്ടിയുടെ നയരേഖയെക്കുറിച്ചാണ് ഇവിടെ എല്ലാവരും പറയുന്നത് സർ. ആ പാർട്ടിയുടെ നയരേഖ അസ്വസ്ഥമാക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ചോരയും നീര് നൽകിയ ലക്ഷക്കണക്കായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെയാണ്.
അവരെയാണ് ഈ നയരേഖ അസ്വസ്ഥമാക്കുന്നത് സർ. സർ, ഈ നയരേഖ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് യെസ്, സർ സംസാരിക്കാൻ അനുവദിക്കണം പ്ലീസ്. സംസാരിക്കാൻ ഇടപെടല്ല, ഞാൻ പറയട്ടെ സർ. ഈ നയരേഖ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് മാറ്റി ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്നാക്കി ഈ പാർട്ടി പേര് മാറ്റാൻ സമയമായിരിക്കും സർ. ഇവിടെ സർ, സർക്കാർ ആശുപത്രികളിൽ ഈ നമ്മളെ ഒ പി ടിക്കറ്റിന് 1 രൂപയുള്ള 2 രൂപയാക്കിയാൽ 100 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് വൈകുന്നേരം പന്തം കൊത്തി പ്രകടനം നടത്തിയ ആളുകളാണ് സർ. ഇപ്പോ എല്ലായിടത്തും ഫീസ് കൂട്ടിയല്ലേ, സെസ് വർദ്ധിപ്പിക്കല്ലേ, സെൽ ഭരണം സെസ് ഭരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിങ്ങളുടെ സമ്മേളനത്തിലും നിങ്ങളുടെ നയരേഖയിലും അസ്വസ്ഥരാകുന്നത് അവിടെ ഇരിക്കുന്ന പലരുമാണ്. എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് അസ്വസ്ഥരാകുന്നത്. ഏതായിരുന്നാലും നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ജീവൻ ബലിയേർപ്പിച്ച സഖാക്കളുണ്ടല്ലോ, അവരോട് മറുപടി പറയേണ്ടതും. എന്തിനാണ് കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ കുരുതി കൊടുത്തത്? ഞങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവന്നതിന് പേരിൽ ആ ചെറുപ്പക്കാരെ കുരുതി കൊടുത്ത പാർട്ടി ഇപ്പോ സ്വകാര്യ സർവകലാശാല ഉണ്ടാക്കുകയാണ്. ഡിവൈഎഫ് ഇവിടെ പ്രതികരിക്കാൻ കഴിയുമോ? എവിടേക്കാ സർ ഈ പാർട്ടിയുടെ പോക്ക്? പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഒരു ദയനീയമായ സ്ഥിതിയിലേക്ക് പാർട്ടി എവിടെ എത്തിച്ചാൽ ഇവിടെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുറക്കുകയാണ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ നയം? ഇവിടെ ഈ സംസ്ഥാന ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വൻകിടക്കാർക്ക് തീരെ കൊടുക്കാൻ പോവാണ്. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ പോവാണ്. സ്വകാര്യ മേഖലയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ആർക്കും എന്ത് വേണമെങ്കിലും തുടങ്ങാം. അങ്ങനെ ഒരു നയ ലിബറൽ സമീപനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുക. എന്ത് സമീപനം സ്വീകരിച്ചാലും ഏത് സഖാക്കളെ കുരുതി കൊടുത്താലും വീണ്ടും തുടർ ഭരണം വേണം. തുടർ ഭരണത്തിനപ്പുറം ഒരു അജണ്ട ഇല്ലാത്ത പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ് സർ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സമയം കഴിഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ KSRTCയുടെ മന്ത്രി കൂടി പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് KSRTC എന്ന കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പൊതുഗതാഗത സർവീസാണ്. അതുകൊണ്ടാണ് നമ്മൾ KSRTC വേണം എന്ന് നമ്മൾ ജയിച്ചാൽ അപ്പം എല്ലാവരും നിവേദനം തരുന്നത്. അതുകൊണ്ടാണ് KSRTC ഇപ്പോൾ നവീകരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഫണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ പുതിയ നയരേഖയുടെ ഭാഗമായി KSRTC കൂടി അങ്ങ് സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കരുത് എന്ന് അങ്ങയുടെ അപേക്ഷ എനിക്കുണ്ട്. അങ്ങ് ആ പാർട്ടി അല്ലാത്തതുകൊണ്ട് അത് കൊടുക്കില്ല എന്ന പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ധനാഭ്യർത്ഥന എതിർക്കുന്നു.